ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കെ സന്നിധാനത്ത് നടന്ന മുഴുവൻ ഇടപാടുകളും പരിശോധിക്കാൻ അന്വേഷണ സംഘം. പത്തനംതിട്ടയിൽ പത്മകുമാർ നടത്തിയ ഇടപാടുകളിൽ സർവത്ര ദുരൂഹതയുണ്ടെന്നാണ് കണ്ടെത്തൽ. പത്മകുമാർ വാങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളിൽ സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പത്മകുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. റഹീസ് റഷീദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധം അതിന് കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് ആര്യ, കീർത്തന. അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിൽ ബിസിനസ് ഇടപാടുണ്ടായിരുന്നു. ചില റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ചില വൻകിട സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് ബിസിനസ് ഇടപാടുകൾ നടത്തിയതായുള്ള ഒരു പ്രാഥമിക വിവരങ്ങളാണ് വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിനിടെ കിട്ടിയ ചില രേഖകളിൽ നിന്ന് കിട്ടിയത്. അതായത് പത്മകുമാർ 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിനു ശേഷം പത്തനംതിട്ട നഗരത്തിൽ ചില വ്യാപാര സ്ഥാപനങ്ങൾ സ്വന്തമാക്കിയിരുന്നു. അതിൽ പണം മുടക്കിയത് പത്മകുമാറിനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ആണെന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെ അന്വേഷണം മുന്നോട്ട് പോയ രീതിക്കപ്പുറം, അതായത് സ്വർണ്ണക്കൊള്ള നടത്തി അയ്യപ്പന്റെ സ്വർണങ്ങൾ കൊള്ള നടത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കൂട്ടാളികൾക്കും സഹായം ചെയ്തതിന്റെ പ്രത്യുപകാരമായി കിട്ടിയ പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും വൻകിട കെട്ടിടങ്ങൾ വാങ്ങുന്നതിലേക്കും വേണ്ടി പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഉപയോഗിച്ചു എന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം വരികയാണ്. ഇതിൽ പത്മകുമാറിൽ നിന്ന് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന് നാളെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പോറ്റി ഇത് സംബന്ധിച്ച ചില സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടരന്വേഷണത്തിലാണ് പത്മകുമാറിന് ഈ കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചതും അതിനടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.